നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നേരെ വിളിക്കാം. ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നേക്ക് ശ്രീയാമോളുടെ സ്കൂൾ കലോത്സവമാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് നാടോടി നൃത്തമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ വർഷങ്ങളായി, ഒരു 5 വർഷം മുടങ്ങാതെ നാടോടി നൃത്തം കളിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് വീട്ടിൽ നിന്നാണ് കേട്ടോ പുറപ്പെട്ട് പോകുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ വീട്ടിൽ നിന്നാണ് പുറപ്പെട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ പോയത്. അപ്പോൾ ഇന്ന് നമ്മൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ട് പോകും. അപ്പോൾ ഇതിൻ്റെ മേക്കപ്പൊക്കെ ചെയ്ത് ഒരു ഓട്ടോ പിടിച്ചിട്ടാണ് നമ്മൾ സ്കൂളിലേക്ക് പോവുക അല്ലേ? ദിയാ കുട്ടിയൊക്കെ കുളിച്ചിട്ട് നിൽക്കുന്ന വേഷമാണ് കേട്ടോ, ഒന്നും ചെയ്തിട്ടില്ല. ദിയാ കുട്ടിക്ക് മേക്കപ്പ് ചെയ്യണം. ദിയാ കുട്ടി ഇന്നലെ മൈലാഞ്ചി ഇട്ടു. കൈ കാണിച്ചു കൊടുക്ക് ദിയ. ദിയാ കുട്ടി മൈലാഞ്ചി ഇട്ടു. ശ്രീയാമോള് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് കഴിയും, വേഗം ചുവക്കുന്ന മൈലാഞ്ചിയാണ് അല്ലേ? ബി മൈലാഞ്ചിയാണ്. അപ്പോൾ വേഗം ചുവക്കും. ഈ മൈലാഞ്ചി കഴിഞ്ഞിട്ട് നമുക്ക് മേക്കപ്പ് ചെയ്യാം അല്ലേ? കാണിച്ചു തരാം. ബ്ലൂ കളർ. ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്ത്. ഈ 5 വർഷവും നാടോടി നൃത്തത്തിന് ഞാൻ തന്നെയാണ് മേക്കപ്പ് ചെയ്ത്. ചിലപ്പോ ചേച്ചി കൂടെ നിൽക്കും. ചേച്ചിക്ക് ഇന്ന് വർക്കൊക്കെ ഉള്ളത് കൊണ്ട് ചേച്ചി വന്നു കേട്ടോ. എല്ലാ വർഷവും പ്രൈസ് കിട്ടാറുണ്ട്. അത് ഒരു വർഷം മാത്രം പ്രൈസ് കിട്ടിയില്ല. അതൊന്നും നമ്മള് പ്രൈസ് കിട്ടിയില്ലെങ്കിലും കുട്ടികളെ പങ്കെടുപ്പിക്കുക എന്നാണ് നമുക്ക് ചെയ്യുന്നത്. അതായത് നമുക്ക് നാടോടി നൃത്തത്തിന് ഭയങ്കര ഇഷ്ടമാണ്, കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എന്തിനു ചേർന്നില്ലെങ്കിലും നാടോടി നൃത്തത്തിന് എപ്പോഴും ചെയ്യും. കഴിഞ്ഞ വർഷം ഇത് മാറ്റി, കഴിഞ്ഞ വർഷം ഒപ്പനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒപ്പനയ്ക്ക് തിരക്കുണ്ടായിരുന്നു. ഒപ്പനയ്ക്ക് മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. സ്കൂളിൽ കളിക്കുമ്പോൾ ഒപ്പനയ്ക്ക് മേക്കപ്പ് ഒന്നും ആയിരുന്നില്ല നമ്മൾ തന്നെ. പിന്നെ ജില്ലയിലൊക്കെ പോകുമ്പോൾ മേക്കപ്പ് മാൻ ഉണ്ടായിരുന്നു. സബ് ജില്ലയിലും ജില്ലയിലും സോറി ഗൈസ്, മറന്നു. ഇവിടെ ഇത്ര നേരം വീഡിയോ ഓണാക്കാതെയാണ് നമ്മൾ ഓരോന്നും പറഞ്ഞത് കേട്ടാ. വീഡിയോ ഓണാക്കാതെ ഓരോന്നും നമ്മൾ ചാന്തൊക്കെ വെച്ച് ചുവപ്പുമായി പോയി. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചു.
ക്യാമറ എങ്ങനെയുണ്ടെന്ന് പറയണ്ട. ക്യാമറ നോക്കുമ്പോൾ അല്ല എങ്ങനെയുണ്ടെന്നേ എല്ലാവരും കമന്റ് ചെയ്യണമെന്ന്. നിങ്ങൾ ആരും കമന്റ് ചെയ്യണില്ല. എന്ത് ചെയ്യണം, എനിക്ക് കമന്റ് ചെയ്യുന്ന വിഷമമാ. രണ്ട് ചീത്ത പറയൂ ഗൈസ്, അപ്പൊ അവളുടെ എല്ലാ വിഷമവും മാറും. ഇതൊക്കെ ഞാൻ ചിലപ്പോൾ യൂട്യൂബ് നോക്കും കേട്ടോ, എങ്ങനെയൊക്കെയാ ചെയ്യേണ്ടതെന്ന്. തലേ ദിവസം യൂട്യൂബ് നോക്കിയിട്ടാണ് ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പൊ മുടിയൊക്കെ ഇന്നലെ ട്രയലൊക്കെ ചെയ്തു മുടി. പക്ഷെ ഇങ്ങനെ ആയിരുന്നില്ല ഇന്നലെ ചെയ്തത്. പക്ഷെ ഇന്നാകുമ്പോഴേക്കും ആ പ്ലാനൊക്കെ മാറി. എങ്ങനെയാണോ കിട്ടുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടുന്നത്, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ എങ്ങനെയാണോ കിട്ടുന്നത് ആ രീതിക്ക് ചെയ്യണ്ട. അല്ലാണ്ട് ഇന്നതുപോലെ തന്നെ ചെയ്യണം എന്നൊന്നുമില്ല. പക്ഷെ നമ്മളിത് സ്കൂൾ കലോത്സവം ആയതുകൊണ്ട് നമ്മൾ തന്നെ മേക്കപ്പ് ചെയ്യുന്നതാണ് നല്ലത്. പുറത്തൊക്കെ കൊടുക്കുമ്പോൾ നല്ല റേറ്റാണ് അതിനുള്ള. ഒരു ഡാൻസിന് തന്നെ മേക്കപ്പ് അടക്കം 7,000 8,000 പറയുന്നത്. നിക്ക് ശ്രീകുട്ടി, അത് ഉണങ്ങുമ്പോഴേക്ക് ടച്ച് ചെയ്യട്ടെ. അത് ഉണങ്ങുമ്പോഴേക്ക് ടച്ച് ചെയ്തിട്ടില്ല. അതാണ്ട് അതാ ഇവിടെ ടച്ച് ചെയ്തില്ല പറഞ്ഞാൽ പിന്നെ അത് ഉണങ്ങിയാൽ പിന്നെ മായ്ക്കാൻ ഭയങ്കര പാടാണ്. ഇത് എങ്ങനെയാണ് കറക്റ്റല്ലേ? ഇനി മാലയിടണം. ഓർണമെന്റ്സ് ഒന്നുമില്ല. ഒരു ചരടാണ് കേട്ടോ. ചരടിൽ എന്തെങ്കിലും കോർക്കുകയാണ് നമ്മൾ. കൂടാണ് കോർക്കേണ്ടത്. കൂടൊന്നും കാണാൻ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു. കൂടൊക്കെ വേണം കഴുത്തി കെട്ടാനേ. അത് വേണം. കമ്മല് വേറെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാൻ ഇതിരി തിളങ്ങുമല്ലോ പറഞ്ഞിട്ട് ഇങ്ങനെ ചേർത്തു കാണാൻ. പക്ഷെ ഇതിന് റേറ്റ് കുറവാണ്. 20 രൂപയുള്ളൂ കമ്മലൊക്കെ. നാളെയൊക്കെ ഇട്ടോട്ടോ. ഇനി ഒരു കഴിഞ്ഞ മൈലാഞ്ചി വെച്ചിട്ടില്ല. സമയമായി. ഇവൾക്ക് ഇതാണ് പറയും. ഞാൻ എന്തൊക്കെ സംസാരിച്ചറിയോ? ഓണാക്കിയിട്ടേ ഇല്ല. ഇതൊരു മാലയാണ് ഇട്ടല്ല, കമ്മലാണ് കേട്ടോ. കമ്മലിനെ നമ്മള് അതിന്റെ ഇതൊക്കെ ഈ ലവ് ഷേപ്പിന് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് ഇവിടെ നമ്മൾ വായി വെച്ചൊക്കെ കട്ടിച്ച് വലിച്ച് കട്ട് ചെയ്ത് ഇതൊരു കാലി പോലെ ആക്കിയിട്ട് അങ്ങനെ. ഇനി ഒരു മാല പണം കേട്ടാ. എന്താ പണക്കാരി? ഇനി കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീയാണ്. അപ്പൊ നമുക്ക് ഇവിടെ സിന്ദൂരം പോട്ട് കൊടുക്കാം. വേണ്ട, അത് കുഴപ്പമില്ല. ഇതാണ് കല്യാണം കഴിഞ്ഞ കുട്ടിയായിട്ടുള്ള ഇത് എന്താ പറയാ, ഇതൊക്കെ പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുപോലെ ഉടുക്കാണ്. ഉടുക്ക് അച്ഛൻ എന്താണ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാണിച്ചു തരാം കേട്ടോ. ഉടുക്കുണ്ട്, പിന്നെ ഒരു ഭാണ്ടൊക്കെ ഇട്ട് പിന്നെ കുട്ടികളിട്ട് കേസ് പൊട്ടാതെ എന്ന ഭയം. തുണി വെച്ചതാ. ഉടുക്ക് കാണിച്ചു കൊടുക്കും. ഇതാണ് ഉടുക്ക്. ഇത് പെയിന്റ് അടിച്ചുകൊണ്ട് ഇത്തിരി ഉണക്കാൻ വെച്ചു. പക്ഷെ തൊട്ടുണ്ട് ഗൈസ്. അച്ഛൻ ഉണ്ടാക്കിയതാണ്, നല്ല കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ് ഉടുക്ക്. എങ്ങനെ ഇത് ഈ ഉടുക്ക് എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യണം. ഞങ്ങളെല്ലാം കമന്റ് ചെയ്യണം. നല്ല
പോയി മനത്ത് വിരിയണ പൂര വെടിക്കെട്ട് അമ്പത്തൊന്നാണ് നിറഞ്ഞൊരു മേളപ്പൂരം അമ്പലം അങ്ങനെ നിൽക്കണ നേരത്ത് കണ്ണനെ കാണാനും മോഹമായി നിർമാല്യം തൊഴുത് മടങ്ങവെ കണ്ടു കാശി തുമ്പ തോൽക്കും ചേരിയൊരമ്മയെ കയ്യിൽ നൈവേദ്യ ചോറുമേന്തി വഴിക്കണ്ണോടാരെയോ തിരയുന്നു അശരണയെന്നോർത്ത് അരികിൽ ചെല്ലേ കഥയെന്തെന്നറിഞ്ഞു ഞാൻ ധരിച്ചുപോയി പേരിലും പെരുമയിലും കീർത്തി കേട്ടൊരില്ലത്ത് ഇളമുറ തമ്പ്രാന്റെ വേലിയായി വന്ന കാലം പടിപ്പുരക്കപ്പുറം കണ്ണത്ത പാടത്ത് ഒന്നല്ലു വിളഞ്ഞാലും കൊയ്താലും ഇല്ലത്തമ്മേടെ സുഹൃതമെന്ന് നാട്ടിലെ പാണര് പാടുമത്രേ സാവിത്രി കുട്ടിയുടെ നല്ല കാലം കണ്ണാടി കവിളും ഉണക്കുഴിച്ചിരിയും കൊഞ്ചി കൊഞ്ചിയ നടപ്പും കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ ആരും ഓർക്കും കണ്ണന്റെ പകർപ്പാവുണ്ടിയെന്ന് താഴത്തും തലയിലും വെക്കാതെ പെറ്റമ്മ തങ്കക്കുടത്തിനു താരാട്ടുപാടി കോലോത്തെ കൊമ്പന്റെ ഉച്ചിയിൽ വെച്ചച്ഛൻ മാമു കൊടുക്കണ കാണേണ്ട കാഴ്ച പത്താന്തരം കഴിഞ്ഞ് യോഗ്യനായി മാറാനായി ഉദ്യോഗ പഠനത്തിനയച്ചമ്മ മകനെ കൂടെ പഠിച്ച പെണ്ണിനെ മതിയെന്ന് പൊന്മകൻ വാശിയായി തഞ്ചത്തിലച്ഛനെ സമ്മതിപ്പിച്ചമ്മ കല്യാണ ഒരുക്കങ്ങൾ കേമമാക്കി പതിയെ പതിയെ തൻ മകനകലാൻ തുടങ്ങി വാർദ്ധക്യത്തോടടുത്തപ്പോൾ ദുശകുലമായി മാറി പെറ്റമ്മ ചുമക്കുന്ന നേരം അടക്കി പിടിച്ച് അടുക്കളപ്പുറത്തേക്കോടിടും കഴിക്കുന്ന നേരം പുറം കോലായിലും അകടിക്കു തുല്യമായ ജീവിതം ഉച്ചമയക്കത്തിൽ അറിയാതെ ഞെട്ടിയുണർന്ന ഞാൻ അടക്കി പിടിച്ചൊര വാക്കുകൾ കേട്ടു തെക്കേ മാവ് കൂതലായാൽ ഈ അമ്മ ചത്തുപോകണ ലക്ഷണമില്ല പായസ ചോറുണ്ടി തന്നൊരനീക്ക് പട്ടണയൊരു കാല് നേരമുണ്ടി ഒന്നു ശപിക്കുവാൻ പോലുമെന്നാവു പൊങ്ങില്ല ഉണ്ണി താരാട്ടുപാടിയ നാക്കല്ലേ നിന്നെ ഊട്ടി വളർത്തിയ അമ്മയല്ലേ നോവിന്റെ വേദന മാറിയത് നിൻ കളിച്ചിരി കണ്ട നേരത്തല്ലേ പണക്കുഞ്ചി പൊട്ടിച്ച് പെറുക്കിനാൻ കണ്ണന്റെ മുമ്പിലെത്തിയോ രഗതിയെ പോൽ താരാട്ടു പാടാനും കൊഞ്ചിക്കുവാനും അമ്പാടി ഉണ്ണിയന്നരികിലില്ലേ അരമയർ നിറച്ച് ഒരു പിടിച്ചോറുമായി ഞാൻ കാത്തു നിൽക്കും വൈകിയൻ മകനെന്നെ തിരഞ്ഞെത്തുമ്പോൾ ഒരു പിടിച്ചോറവരേകിടണം ഒരിക്കലും വരില്ലെന്നറിഞ്ഞിട്ടും കാത്തിരിപ്പൂ ഇന്നു ആ പെറ്റമ്മ പാടന്റെ പാട്ടിലും പഴങ്കഥ താളിലും സ്നേഹത്തിനീണമാണുയരണ മാളോരെ അമ്മതൻ സ്നേഹത്തിൻ കഥയാണ് മാളോരെ ഒരമ്മതൻ സ്നേഹത്തിൻ കഥയാണ് മാളോരെ അങ്ങനെ പരിപാടി കഴിഞ്ഞു. നമുക്ക് എത്ര കിട്ടി? തേർഡ് കിട്ടിട്ടാ. നമ്മള് തേർഡ് മേടിച്ചു.
നിറയെ ഡാൻസ് പഠിച്ചവരുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ശ്രീയാമോൾക്ക് 3rd കിട്ടി. അത് വലിയ കാര്യല്ലേ അറിയാം. അപ്പൊ നടന്നു കൂടാ. അമ്മൂമ്മയ്ക്ക് ഒരു സാരി എടുക്കാൻ വേണ്ടി സുഖമാണ്.